പിതാവിന്റെ വിയോഗാനന്തരം മകൻ തന്റെ പ്രിയ മാതാവിനെ വൃദ്ധസദനത്തിൽ പ്രവേശിപ്പിച്ചു. എന്നാലും മാതാവിന്റെ വിവരങ്ങൾ കൃത്യമായി അന്വേഷിക്കുന്നതിലും വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലും അവൻ അതീവ ശ്രദ്ധ പുലർത്തി. ഒരു ദിവസം തന്റെ ജോലിത്തിരക്കുകൾക്കിടയിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ കോൾ എടുത്തു നോക്കിയപ്പോൾ തന്റെ മാതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണെന്നും ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ ആണെന്നും ഓൾഡ് ഏജ് ഹോമിലെ ഓഫീസ് സ്റ്റാഫ് പറഞ്ഞു നിർത്തി. ഒന്നും ചിന്തിക്കാതെ തന്റെ കാറുമെടുത്ത് അവൻ വൃദ്ധസദനത്തിലേക്ക് കുതിച്ചു. തന്റെ മാതാവിന്റെ കരം കോർന്നുകൊണ്ടവൻ അന്ത്യാഭിലാഷം ആരാഞ്ഞു. മോനെ, ഈ വൃദ്ധസദനത്തിൽ വേനൽക്കാലത്ത് അസഹ്യമായ ചൂടായതിനാൽ ഒരു നല്ല കൂളർ വാങ്ങിച്ചു വയ്ക്കണം. തണുപ്പ് കാലത്ത് രാത്രി എല്ലാവരും കിടുങ്ങി വിറച്ചാണ് ഉറങ്ങാറുള്ളത്. സ്വസ്ഥമായി വിശ്രമിക്കാൻ പൊട്ടിക്കിടക്കുന്ന ജനൽ ഗ്ലാസുകളെ മാറ്റിവെക്കണം. സയാഹ്നങ്ങളെ സന്തോഷമാക്കാൻ ഈ വൃദ്ധസദനത്തിന്റെ മുറ്റത്ത് തണൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കണം. പിന്നെ ഞാൻ തന്നെ പല ദിവസങ്ങളും പട്ടിണിയിലായിരുന്നു. അതിനാൽ ഇവിടെ ഭക്ഷണത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യണം. മകൻ അത്ഭുതത്തോടെ ആരാഞ്ഞു. നാളിതുവരെയായിട്ടും നിങ്ങൾ എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇപ്പോഴാകട്ടെ നിങ്ങൾ അന്ത്യശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കിതുകൊണ്ട് എന്തു നേട്ടം ഉണ്ടാകാനാണ്? മാതാവ് പറഞ്ഞു. മോനെ, എനിക്ക് ചൂടും തണുപ്പും വിശപ്പും ദാഹവും എല്ലാം ശീലമുള്ളതാണല്ലോ. അതെല്ലാം സഹിക്കാൻ എനിക്ക് യാതൊരു തടസ്സവുമില്ല. പക്ഷേ പ്രായമാകുമ്പോൾ മോന്റെ മക്കൾ മോനെ ഇവിടെ കൊണ്ടുവരുന്ന നേരത്ത് മോന് ബുദ്ധിമുട്ടൊന്നും വരാൻ പാടില്ലല്ലോ എന്നു കരുതി ഞാൻ പറഞ്ഞതാണ്. കാരണം ചൂടും തണുപ്പും വിശപ്പും ദാഹവും ക്ഷീണവും ഒന്നുമറിയിക്കാതെ രാജകീയമായാണ് ഈ മാതാവ് എന്റെ പൊന്നുമോനെ വളർത്തിയത്. മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ എങ്ങനെ പൂർത്തിയാക്കാനാണ്? അവരുടെ ആഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് പെരുമാറാനെങ്കിലും നാം ശ്രമിക്കണം.